വലിയ ടെൻഷൻ വരിക. കാരണം ഈ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഉദ്ഘാടനത്തിൽ എന്താ പറയുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം പുസ്തക പ്രകാശനത്തിലോ ചർച്ചയ്ക്കൊക്കെ പോയി ഞാൻ പുസ്തകത്തിലുള്ളത് പറഞ്ഞത്, പക്ഷേ ഒരു ബുക്ക് ഷോപ്പിൽ ഉദ്ഘാടനം പോയിട്ട് എന്താ പറയുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഞാൻ ഒരു ബുക്ക് ഷോപ്പിൽ ഉദ്ഘാടനം കുറച്ചുകൂടി എളുപ്പമാണ്. മറ്റേ പ്രകാശനത്തിൽ ആ സാധനം പിച്ച് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, അത് കുറച്ച് ബുദ്ധിമുട്ടായി. ഇതിന് നാളെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ പ്രഭാഷണത്തിലുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്, അവർ സംസാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞാൽ മലയാളം പഠിച്ച ആൾ പോലുമല്ല. ഞാൻ 10ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഹിന്ദിയൊക്കെയാണ് പഠിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊമേഴ്സാണ് ഞാൻ പഠിച്ചത്, ബികോമാണ് പഠിച്ചത്. അപ്പോൾ കൊമേഴ്സ് സെക്കൻഡ് ഹാൻഡ് ഹിന്ദിയായി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോളേജിൽ കൂടി നടന്നുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത്, കോളേജിലെ സുഹൃത്ത് ചോദിച്ചു, നീ കൊമേഴ്സ് പഠിച്ചിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തീരെ ഇല്ലയെന്ന് പറഞ്ഞോളാ. കാരണം ഞാൻ മനോരമയിൽ എന്തെങ്കിലും തെറ്റ് വരുത്തുമ്പോൾ അത് ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് ഞാൻ കൊമേഴ്സാണ് പഠിച്ചതെന്ന് പറയാറുണ്ട്. കാരണം മലയാളം എനിക്ക് അറിയില്ല എന്നൊരു മുൻകൂർജാമ്യം എടുക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു അത് മോശമില്ലാത്ത മെച്ചമാണ് എന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ മലയാളത്തിൽ എനിക്കുള്ള ബന്ധം എന്ന് പറയുന്നത് വായിച്ച് മാത്രം ഉണ്ടാക്കിയതാണ്. പുസ്തകം വായിച്ചും പത്രം വായിച്ചും ഉണ്ടാക്കിയ ബന്ധം സത്യത്തിൽ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ എഴുത്തിലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ വലിയ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട. വായിച്ചവർക്ക് അറിയാം, വായിക്കാത്തവർക്ക് ഇതൊരു സോഷ്യൽ ലൈഫ് അന്വേഷിച്ചുള്ള യാത്രകൾ. ഈ വരാൻ പോകുന്ന ബുക്കും അങ്ങനെയാണ്, ആളുകളുടെ ജീവിതം അന്വേഷിച്ചുള്ള യാത്രകൾ. അതിനെ നമുക്ക് യാത്രകളൊന്നും വിളിക്കാമെങ്കിൽ വിളിക്കാം. നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല. വായിക്കുക, വായിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇവിടെ ഈ പുസ്തക വണ്ടി പോലൊരു ആശയം, ആ ആശയം തോന്നിയവരെ ഞാൻ നമിക്കുന്നു. കൂടുതൽ പേരിലേക്ക് അത് പുസ്തകങ്ങൾ എത്താനത് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആശയമായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇൻസ്റ്റയൊക്കെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വരുമ്പോൾ വായന കുറയുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ നമ്മൾ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചുണ്ടായിരുന്നു. ഇൻസ്റ്റ വന്നപ്പോൾ ഇൻസ്റ്റയിൽ കുറേ പുസ്തകങ്ങൾ ഹിറ്റാവുന്നു. അത് ആളുകൾ ഫിസിക്കലി തന്നെ പുസ്തകമായിട്ട് വാങ്ങിക്കുന്നു. ആൾക്കാർ ഹിന്ദിയിൽ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ പുസ്തകം ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഹിറ്റാവുന്നത് ആ പുസ്തകം എന്നുള്ള ആ പ്രൊഡക്റ്റാണ് ഹിറ്റാവുന്നത്. ആ പുസ്തകം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഹിറ്റാവുന്നത്. അത് ശരിയോ തെറ്റുള്ള ചർച്ചയൊക്കെ വേറെ. പക്ഷേ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് ഗുണമുണ്ടായി എന്നുള്ളതാണ്, പുസ്തകങ്ങൾക്കും കൂടി വായനയ്ക്കും കൂടി ഗുണമുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിലൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഇഞ്ചക്കാട് പറയുന്നത് സാറേ ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടുവരും കുട്ടികളോട് സംസാരിക്കാൻ. അപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ വന്ന സമയത്ത് നമ്മളെ അറിയാലോ, മറ്റേ ഇനി വരുന്നൊരു തലമുറയ്ക്കുള്ള പാട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തെ വേദിയിലെത്തിക്കൊണ്ട് സ്കൂളിലെ ഒരു ആൾ പറയുന്നത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം സാഹിത്യമൊക്കെ നശിച്ചു, ആരും ശ്രദ്ധിക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. പക്ഷേ ആക്ച്വലി സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് മാത്രം നമ്മൾ തിരിച്ചറിഞ്ഞൊരു കവിയായിരുന്നു ഇഞ്ചക്കാട്. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹത്തെ നമ്മളെത്ര കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കവിത നമ്മൾ കേൾക്കുന്നതും പാടുന്നത്. അതുപോലെയാണ് ഈ സോഷ്യൽ മീഡിയ വന്നാൽ ഇൻസ്റ്റ വന്നതോടുകൂടി വായന നശിക്കുന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണയാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ പേര് പുസ്തകങ്ങൾ അറിയുന്നുണ്ട്. അവരിലേക്ക് പുസ്തകം എത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ പുസ്തകവണ്ടി പോലുള്ള സംരംഭങ്ങൾക്ക് കഴിയട്ടെ, അവർ കൂടുതൽ പുസ്തകങ്ങൾ എത്തിക്കട്ടെ, കൂടെ എൻ്റെ പുസ്തകം കൂടി എത്തിക്കട്ടെ എന്ന് ഒരു സ്വാർത്ഥത കൂടി പങ്കുവയ്ക്കുന്നു. പ്രഭാഷണമൊക്കെ പറഞ്ഞെങ്കിലും ഫസൽ, ശുഭ ടീച്ചർ, ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാവരും അരുണിനെ കാണാനും കേൾക്കാനും വന്നവരാണ്. മറ്റു പ്രഭാഷണങ്ങളെല്ലാം അപ്രസക്തമാണ്. കാരണം 2 പുസ്തകങ്ങൾ കേരളത്തിലുണ്ടാക്കിയ ഓളം അത്രത്തോളം ഇനിയും തിരയടങ്ങാത്ത വിധത്തിൽ ഉള്ള ഓളമാണ്. കുഞ്ഞിരാമൻ നായർ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, കാഞ്ഞങ്ങാട് എന്ന പട്ടണം എഴുത്തിനോ പുസ്തകത്തിനോ ഒട്ടും സാധ്യതയില്ലാത്ത ഒരു സ്ഥലമാണ് എന്ന്. അതുകൊണ്ട് ഈ ദേശം തന്നെ ഉപേക്ഷിച്ച് സമസ്ത കേരളം PO ആയി മാറിയ ഒരു എഴുത്തുകാരനാണ് കുഞ്ഞിരാമൻ. ഒരുപാട് കാലം നമുക്കൊരു പുസ്തകശാല പോലും ഉണ്ടായിരുന്നില്ല. 10, 12, 13 കൊല്ലം മുമ്പാണ് DC ബുക്സിൻ്റെ ആദ്യത്തെ പുസ്തകശാല വരുന്നത്. പിന്നീട് ഇങ്ങോട്ട് മാതൃഭൂമിയുടെയും ചാൻസിയുടെയും ഈ അടുത്ത് ചിന്തയുടെയും 3-4 വർഷമായിട്ട്
പുസ്തകവണ്ടിയുടെയും ഒക്കെ പുസ്തകശാലകൾ. ഒരു പുസ്തകശാല നടന്നു പോകുമോ? DC ബുക്സ് തുടങ്ങുന്ന ഘട്ടത്തിൽ എന്നോട് അതിൻ്റെ സംഘാടകർ കോട്ടയത്ത് നിന്ന് വിളിച്ച് ചോദിച്ചിരുന്നു, അവിടെ നടന്ന് പോകുമോ, ഒരു മുറി കിട്ടാൻ സാധ്യതയുണ്ടോ? അന്ന് ഇവിടെ പല സ്ഥലങ്ങളിൽ പോയിട്ട് മുറി നോക്കുകയും മുറി കിട്ടാനുണ്ട് എന്ന് പറയുകയും ചെയ്യുകയും, പക്ഷെ വാടക വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് പിന്നീട് അവർ തന്നെ അന്വേഷിച്ചു പോയി 2ാം നിലയിൽ ഒരു മുറി സംഘടിപ്പിച്ചിട്ട് ആരംഭിക്കുകയും ചെയ്യുമ്പോഴും DC ബുക്സിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് നമുക്കറിയാവുന്നതുപോലെ മാതൃഭൂമിയുടെയും മറ്റു പുസ്തകശാലകൾ 6-7 പുസ്തകശാലകൾ കാഞ്ഞങ്ങാട് നന്നായി നടക്കുന്നുണ്ട് എന്നുള്ളത് വായനക്കാരെ സംബന്ധിച്ചിടത്തോളം, എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ പുസ്തകവണ്ടി മാറി നിൽക്കുന്ന ഒരു സദുദ്യമമാണ്. കാരണം സുബട്ടിച്ചർ പറഞ്ഞതുപോലെ പുസ്തകവണ്ടി നേരിടുന്ന വെല്ലുവിളികൾ കുറച്ചൊന്നുമല്ല. പുസ്തകശാലയിലേക്ക് പലപ്പോഴും ആളുകൾ വരാൻ മടിക്കും, എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ വളരെ അതിൻ്റെ ശാന്തതയിലാണ്, അതിൻ്റെ നിശബ്ദതയിലാണ് ഒരു പുതിയ ലോകം ഉണ്ടാകുന്നത് എന്ന് പറയാറ്. അതുപോലെ ഇതൊരു വലിയൊരു കണ്ണീർ മഴ ഈ പുസ്തകവണ്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് അതിൻ്റെ ചരിത്രം ഞാൻ പറയുന്നത്. ഒരുപാട് കണ്ണീർ ഒഴുക്കിയതിന് ശേഷമാണ് നബിനും ജയേഷും ഒരു പുസ്തകവണ്ടിക്ക് രൂപം കൊടുക്കുന്നത്. അതിൻ്റെ പിന്നിൽ മാറി നിന്ന് പലപ്പോഴും ഉപദേശിക്കുന്നവരാണ് നമ്മളെങ്കിൽ നിരന്തരമായി അതിൻ്റെ കൂടെ നിൽക്കുകയും ചലിക്കുകയും വലിയ പ്രേരകശക്തിയാവുകയും ചെയ്തുകൊണ്ട് ഈ വണ്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നും എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശുഭ ടീച്ചർ